ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വിധമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന. ഓണമല്ലേ, നമുക്ക് ഇലത്തുമ്പത്ത് വിളമ്പണ്ടേ, അപ്പോൾ ഇഞ്ചിക്കറി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഇഞ്ചി, 2 സവോളയും 10 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. വട്ടത്തിൽ അരിഞ്ഞു വെച്ചു. ഇത് വറുത്ത് നമുക്ക് നല്ല ചുമപ്പായിട്ട് വറുത്തെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ സവോളയും 2 എണ്ണം കുത്തി അരിഞ്ഞ് പച്ചമുളകും വട്ടം അരിഞ്ഞ് വെച്ചു. ഇനി ഇഞ്ചി നമുക്ക് വറുക്കാം. ഇഞ്ചി തന്നെ വേറെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇഞ്ചിയുടെ വെള്ളം പറ്റി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ല ചുമക്കെ വറുത്തെടുക്കണം. അപ്പം ഞാനിത് വറുത്തിട്ട് കാണിക്കാം. കണ്ടോ, നമ്മുടെ ഇഞ്ചി മൂത്ത് വരുന്നത് കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്ന് ഇനി നമുക്കിത് വാങ്ങാം. നമ്മുടെ ഇഞ്ചി നമ്മൾ കോരി ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളി അങ്ങോട്ടിടാം. ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി വറുക്കാനായിട്ട് നമ്മളിട്ടു. അതും ഈ കളറിൽ തന്നെ നമ്മളത് മൂപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കാം. നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി കിടന്ന് തിളച്ച് മൂക്കട്ടെ. ഉള്ളി മൂക്കുന്നതേ ഉള്ളൂ. ആ നേരത്തിന് നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു നെല്ലിക്കായോളം വലുപ്പത്തിൽ പുളിയെടുത്ത് അത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അതിനകത്തോട്ട് അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെക്കണം. പുളിയും ഉപ്പും കൂടെ ചേർത്ത വെള്ളത്തിനകത്തോട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ നല്ല ഒരു 3 സ്പൂണ് മുളക് പൊടി. ഞാൻ 3 സ്പൂൺ എടുത്തു. കാര്യം ഇഞ്ചിക്കറിക്ക് എരിവും ഉപ്പും പുളിയും ഒരുപോലെ നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ 3 സ്പൂണ് മുളക് പൊടി എടുത്തു. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി എടുത്തു. പോരായെങ്കിൽ നമുക്ക് ചേർക്കാൻ നേരം വേണ്ടിയത് നമുക്ക് ചേർക്കാം, അതിൻ്റെ പാകം നോക്കുമ്പോൾ. ഇനി ഇത് നമ്മൾ നല്ലതായിട്ട് കലക്കി വെക്കുക. കലക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളി വഴന്നു വരുന്നതേ ഉള്ളൂ. നല്ല പോലെ നമുക്കിത് നല്ല ചുമക്കെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂത്ത് വരുന്നതേ ഉള്ളൂ. ഉള്ളിക്കിപ്പം കണക്കൊന്നുമില്ല. ഉള്ളി എത്ര ഉണ്ടെങ്കിലും കൊഴുപ്പാണ് അത്. പക്ഷേ നല്ല പോലെ മൂത്തെടുക്കണം. ഉള്ളി എത്ര ഇഞ്ചിക്കറിക്ക് ചേർത്താലും അത് നമുക്ക് നല്ല രുചിയാണ് കിട്ടുന്നത്. നമ്മുടെ ഉള്ളിയും വഴന്നു വന്ന് അതിനകത്തോട്ട് തന്നെ ഈ ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് നമുക്കൊഴിക്കാം. അപ്പം ഇനി ഇത് നമ്മൾ കടുക് വറക്കണം. കറി കണ്ടോ തിളയ്ക്കുക. നല്ലപോലെ തിളച്ച് ഇതൊന്ന് കുറുകണം. ഇനി നമുക്കിത് കടുക് വറക്കാനായിട്ട് നമുക്ക് മാറ്റാം. നല്ലതായിട്ട് നമ്മുടെ തിളയ്ക്കുക ഇഞ്ചിക്കറി കണ്ടോ. ഇനി ഞാനിത് വാങ്ങി നമ്മൾ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് കടുക് വറക്കാനായിട്ട് പോവുക. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മുളകും മുറിച്ചിട്ട്, എണ്ണ ചൂടായപ്പം മുളകും മുറിച്ചിട്ടു. കടുകിട്ടു.
നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് ഉപയോഗിക്കാം.